നമ്മുടെ ശരത് പ്രകാശ് ആദ്യം അധ്യാപകൻ വരൂ, ശിഷ്യൻ കൂടെ വരൂ. പേരെന്താ പോലെ? അഭിമന്യു. ചെയ്യാൻ പോകുന്ന വിഷയം ഇത്തവണ വേടന്റെയും ബിന്ദുവിന്റെയും പേരൂർക്കട ബിന്ദുവിന്റെ വിഷയമാണ് കൊണ്ടുവന്നത്. ഈ പേരൂർക്കട ബിന്ദുവിന്റെ വ്യാജ മാലമോഷണ കേസിന് പ്രത്യേകതയുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ ബ്രേക്കിംഗ് വാർത്തയായിരുന്നു അത്. അപ്പോ ആ വിഷയവും വേടനും കേട്ടാലോ? കാണാം. വേടൻ വേട്ടയാടിയത് കാട്ടിലായിരുന്നു അല്ലേ? എന്തായിരുന്നു വേട്ടയ്ക്ക് ഉപയോഗിച്ചത്? എന്റെ വേട്ട അധികാരികളുടെ കെട്ട നയങ്ങൾക്കെതിരെയായിരുന്നു. പിന്നെ ആയുധം വിശപ്പിൽ പിറന്ന വരികളും പൊട്ടാറായ തൊണ്ടയിൽ നിന്ന് വന്ന പാട്ടുകളുമാണ്. മിസ്റ്റർ വേടൻ, നിങ്ങളൊരു കോളനിയിൽ ജനിച്ച ആളല്ലേ? യുവർ ഓണർ, ഇവരുടെ പിന്നിൽ ഒരു ബാഹ്യ ശക്തിയുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അതെ, വേടൻ കോളനിന്നാ. പക്ഷെ ആ കോളനിക്കൊരു പേരുണ്ട്, സ്വപ്നഭൂമി. പിന്നെ ബാഹ്യശക്തി, അത് ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ നിങ്ങളൊക്കെ അടുപ്പിക്കാത്ത മനുഷ്യരില്ലേ, അവരാ. അടിപൊളി അല്ലേ? ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. വേടനെ പറ്റിയും വേടന് വേണ്ടിയിട്ടും ബിന്ദുവിന് വേണ്ടിയിട്ടും അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ അഭിമാനം കൊള്ളുന്നു. അപ്പോ ഇങ്ങനെ കലോത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.